ഹലോ ഗായ്സ്, സ്റ്റാർലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ഹോസ്റ്റലിലോട്ട് ഒരു ദിവസത്തേക്ക് ഒരു റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ദിവസത്തെ അതായത് നമുക്ക് ഒരു ദിവസം നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനും ഒരു ദിവസം നമുക്ക് താമസിക്കാനും വേണ്ടിയിട്ട് നമുക്ക് എത്ര രൂപ ചിലവ് വരും, ഓക്കെ, അതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് തിയോപ്ലിസ്റ്റാൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. അത് മോസ്കോവിൻ്റെ സെൻറ്റർ അല്ല എങ്കിൽ പോലും മോസ്കോവിൻ്റെ ഒരു പാർട്ടാണ്. മെട്രോയിൽ ഓറഞ്ച് ലൈനിൻ്റെ അറ്റത്താണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മോസ്കോവിനേക്കാളും കുറച്ചുകൂടെ റേറ്റ് കുറവായിരിക്കും ഇവിടെ സാധനങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കുപ്പി വെള്ളം മേടിച്ചിട്ട് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ മിക്കപ്പോഴും കുടിക്കാനായിട്ട് പുറത്തുനിന്നാണ് വെള്ളം മേടിക്കുന്നത്. ഇവിടെ വാട്ടറിന് ഭയങ്കര എക്സ്പെൻസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ എടുത്തേക്കുന്ന ഒരു ഹോസ്റ്റലാണ്. അവിടെ ഇപ്പോൾ നിലവിൽ നമുക്ക് അക്കോമഡേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അക്കോമഡേഷൻ, അതായത് ഒരു റൂമായിട്ടാണ് കിട്ടിയേക്കുന്നത്. അവിടെ കുക്കിംഗ് ഫെസിലിറ്റീസും വേറെ ഒന്നുമില്ല. ഒരു ദിവസം ഒരു ബെഡിന് 700 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഹോസ്റ്റലിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കില്ല, ജസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ നേരെ ഒരു ഷോപ്പിൽ ചെന്നിട്ട് ഒരു കുപ്പി വെള്ളം മേടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. എന്തായാലും നമ്മളുടെ ഒരുപാട് വീഡിയോസ് ഇനി വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ തിയോപ്ലിസ്റ്റാനെന്ന് പറഞ്ഞ സ്ഥലത്ത് നിലവിൽ വന്നിട്ടുണ്ട്. അവിടുത്തെ ഒരു മെട്രോൻ്റെ എക്സിറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സൈഡിട്ട് പോയി കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഈ ഒരു സ്പോട്ട് എൻ്റെ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ മിക്ക ദിവസം ടൈം ഇവിടെ വരുമ്പോഴും വെള്ളം മേടിക്കുന്ന ഒരു ഷോപ്പിലാണ്. അവിടെ കയറിയിട്ട് ജസ്റ്റ് വെള്ളം മേടിക്കുന്ന ഒരു കാണിച്ചു തരാം. അതിൻ്റെ വെള്ളത്തിൻ്റെ റേറ്റും കാര്യങ്ങളും ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് ഇവിടുത്തെ പല ഷോപ്പിൽ വാട്ടറിൻ്റെ റേറ്റ് പല റേറ്റാണ്. ഓക്കെ, അങ്ങനെ തിയോപ്ലിസ്റ്റാൻ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് വെള്ളം മേടിക്കുന്നത് ഈ ഒരു ഷോപ്പിലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് കയറാം. ഓക്കെ, നമ്മളിത് ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഹൈ ലാസ്റ്റ് വെച്ച് അയ്യോ, നമ്മൾ വാട്ടർ മേടിക്കാൻ വന്നതാണ്. നിലവിൽ ഞാൻ മേടിക്കുന്ന വെള്ളം ഇവിടെയായിരുന്നു. അത് സ്റ്റോക്ക് ഔട്ടാണല്ലോ. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും മേടിക്കുന്ന വെള്ളം ഇവിടെ നിലവിൽ തീർന്നു പോയി. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന 1/2 ലിറ്റർ വെള്ളമാണ് കേട്ടോ. ഇത് 1/2 ലിറ്ററാണ്, 0.5. ഓക്കെ, ഇവിടുത്തെ ബോണാക്വ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡാണ് കേട്ടോ, റഷ്യൻ ബ്രാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ ഷോപ്പിൽ നിന്ന് 1/2 ലിറ്റർ വെള്ളം മേടിച്ചിട്ടുണ്ട്. അതായത് എക്സ്പെൻസീവാണ്. ഞാൻ മേടിച്ച ഈ 1/2 ലിറ്റർ വെള്ളത്തിന് ഏകദേശം 50 റൂബിൾസാണ് ആയത്. ഓക്കെ, ഞാൻ നേരത്തെ ഈ ഷോപ്പിൽ നിന്ന് തന്നെ മേടിക്കുന്നത് 1.5 ലിറ്റർ വെള്ളമായിരുന്നു. അതിനാണെങ്കിൽ 65 രൂപ കൊടുത്താൽ മതിയായിരുന്നു, അതായിരുന്നു ലാഭം. പക്ഷേ നിലവിൽ അത് ഇല്ല. ബാക്കിയുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടത്തേക്കാളും 10 രൂപ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 1/2 ലിറ്റർ വെള്ളം ഞാൻ മേടിച്ചത് 50 റൂബിൾസിനാണ്. ഓക്കെ, ഞാനിപ്പോൾ കുറച്ച് മുമ്പ് കയറിയ ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിഗരറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പാണ്. അപ്പോൾ ഇവിടെ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഷോപ്പ് തന്നെയുണ്ട്. നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന പോലെ എല്ലാ ഷോപ്പിലും അത് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ 1/2 ലിറ്റർ വെള്ളം ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരാളെ ചിലവ് 50 രൂപയായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയും ചെറിയൊരു ഹോട്ടലുണ്ട് ഇവിടെ, അതായത് ഇവിടെ നമുക്ക് റഷ്യൻ ഫുഡല്ല ഇവിടെ കൂടുതലും, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ അവിടെ നിന്നുള്ളവരായതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ഷോപ്പിലാണ് പോകുന്നത്. കാരണം അതാണ് നമുക്ക് ഇന്ന് അഫോർഡബിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം അവിടെ നിന്ന് നമുക്ക് ഒരു 300 രൂപ റേഞ്ചിൽ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കുന്നതാണ്. പിന്നെ വേറെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഷവർമ കിട്ടും. ഷവർമയ്ക്ക് 200 രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ്. പിന്നെ അത് ഞാനെപ്പോഴും കഴിക്കാറില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഒരു ഉസ്ബെക്കിസ്ഥാൻ്റെ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ നമുക്ക് നേരെ അതും കൂടെ കാണാം. ഓക്കെ, അപ്പോൾ ഏകദേശം നമുക്ക് ഇന്നത്തെ ഒരു ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം റൂമിന് വേണ്ടി 700 രൂപയും അതുപോലെ തന്നെ ഫുഡിനും കൂടെ ഉള്ള എക്സ്പെൻസാണ് നമ്മൾ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഹോട്ടലിൽ ചെന്നിട്ട് അടുത്ത് കാണാം. അപ്പോൾ എന്തായാലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. എന്തായാലും നമ്മൾ
എന്തായാലും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മളൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്ത്യയിൽ കാണിച്ചു തരാം കേട്ടോ. ഈ റെസ്റ്റോറൻറ്റ് ഉസ്ബെക്കിസ്ഥാനീസ് അതുപോലെ തന്നെ തജിക്കിസ്ഥാനീസ് ഒക്കെ നടത്തുന്ന റെസ്റ്റോറൻറ്റാണ്. ഇതാണ് അവിടുത്തെ മെനു കാർഡ്. ഓക്കെ, മെനുവിൽ പല സാധനങ്ങളുണ്ട്. മോമോസ്, പുലാവ്, പിന്നെ അതുപോലെ തന്നെ ഇതുണ്ടോ ന്യൂഡിൽസ്, പിന്നെ കബാബ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിയാൽ സ്റ്റാർട്ടിങ് പ്രൈസ് 350 രൂപയാണ് ഇവിടുത്തെ ഐറ്റംസിനൊക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് പുലാവാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. റൈസ് ആയതുകൊണ്ട് അതിന് ഇവർ ചാർജ് ചെയ്യുന്നത് 350 രൂപയാണ് കേട്ടോ. നമുക്ക് വരെ ഫുഡ് വന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. ഇതാണ് പുലാവ്, അതുപോലെ തന്നെ ചെറിയൊരു ബണ്ണുണ്ട്, പിന്നെ പുലാവ്, അതുപോലെ തന്നെ ചെറിയ ഇവരുടെ തന്നെ ഒരു സാലഡ് പോലത്തെ ഐറ്റംസ്. ഇത് മൂന്നുമാണ് കോംബോ. ഇത് മൂന്നിനും കൂടെ ഇവർ ചാർജ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 380 രൂപയാണ് കേട്ടോ. ഇത് കഴിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നല്ല ബീഫാണ് ഈ കാണുന്നത്. ബീഫ് എടുക്കുക, അതുപോലെ തന്നെ ഒരു പീസ് ക്യാരറ്റ് ഇതിൻ്റെ മേലോട്ട് ഇടുക, എന്നിട്ട് റൈസ് ഇങ്ങനെ മുക്കുക, റൈസ് ഇങ്ങനെ കോരുക, ഇങ്ങനെയാണ് ബൈറ്റ് ചെയ്യേണ്ടത്. അടിപൊളി, മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. എന്തായാലും ലൊക്കേഷൻ കൊടുക്കുക. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ വഴി വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ കയറി കഴിക്കണം. നല്ല ഫുഡാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഹോസ്റ്റലിൻ്റെ ഹോള്. അതുപോലെ തന്നെ അതായത് ഇപ്പോൾ 4 ഷെയറിംഗ് ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ് കേട്ടോ. ഇങ്ങനെ ഒരു ബെഡ് റഷ്യയിൽ കിട്ടണമെങ്കിൽ 700 രൂപയാണ് അത്യാവശ്യം സിംഗിൾ കിട്ടണമെങ്കിൽ. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഹോസ്റ്റൽ 400 രൂപ റേഞ്ചിലൊക്കെ പെർ ഡേ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അവിടേക്ക് ഒരു റൂമിൽ മേ ബി 8 പേര് 10 പേര് അത്ര ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതെന്ന് പറയാൻ നേരത്ത് നമുക്ക് 700 കുഴപ്പമില്ല, നമുക്ക് സമാധാനമായിട്ട് നിൽക്കാൻ പറ്റിയൊരു സെറ്റപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. അങ്ങനെ പുറത്തെ ഷോപ്പിൽ നിന്നല്ലാണ്ട് ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന്, അതായത് ഞാൻ എപ്പോഴും മേടിക്കാറുള്ള ബ്രാൻഡ് ഇതാണ് കേട്ടോ, വാട്ടറിൻ്റെ. ഇതിന് ഏകദേശം നമുക്ക് 1.5 ലിറ്റർ 60 രൂപ ആയിട്ടുണ്ട്. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ, അതായത് വെള്ളവും കാര്യങ്ങളും മേടിക്കേണ്ടത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് എപ്പോഴും. കാരണം എൻ്റെ അടുത്ത് സൂപ്പർ മാർക്കറ്റ് ഉണ്ടായില്ല. ഞാൻ അവിടെ നിന്ന് മെട്രോ കയറി വന്നിട്ടാണ് സ്ഥലം മേടിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ സമയം ഇപ്പോൾ രാത്രി 9:30 ആയിട്ടുണ്ട്. അപ്പോൾ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ റോസ്റ്റിക്സിലാണ് വന്നേക്കണത്. കാരണം ഇവിടെ ഇപ്പോൾ KFC ഇല്ല, KFCയുടെ പേര് മാറ്റി റോസ്റ്റിക്സിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ റോസ്റ്റിക്സിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ ഇതും കൂടെ മേടിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ബഡ്ജറ്റ്, അതായത് ഇന്നത്തെ ഏകദേശം എൻ്റെ ചിലവാകും. അപ്പോൾ ഞാൻ ഇതും കൂടെ കഴിഞ്ഞിട്ട് ടോട്ടൽ എനിക്ക് ഇന്നൊരു ദിവസം എത്ര എക്സ്പെൻസ് ആയെന്ന് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, റോസ്റ്റിക്സ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ റോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ KFC ആണ് ഇവിടുത്തെ റോസ്റ്റിക്സ്. അപ്പോൾ ഇവിടെ അല്ലാണ്ട് തന്നെയുള്ള KFC ഉണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ എനിക്ക് കഴിച്ചിട്ട് ഇവിടെ നിന്നാണ് ഫുഡ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ റേറ്റ് ഏകദേശം നാട്ടിലത്തെ സെയിം തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഓർഡർ ചെയ്യണത് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, KFCയിൽ നിന്ന് ഒരു ബർഗറും അതുപോലെ തന്നെ ചിക്കൻ വിങ്സും ഓർഡർ ചെയ്തിട്ട് ഏകദേശം 443 രൂപയായി. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഡിന്നർ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. നമുക്ക് ഏകദേശം ഇന്ന് ചിലവായിരിക്കണം 1500 രൂപയാണ്. ഓക്കെ, അപ്പോൾ നോർമലി നമ്മളിവിടെ ഒരു ഹോസ്റ്റലിൽ, നല്ലൊരു ഹോസ്റ്റലിൽ നിന്നും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് നോർമലി ഉണ്ടാവുന്ന ഒരു എക്സ്പെൻസാണിത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് കാണിക്കാനായിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. ഇനി ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരാനുണ്ട്. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.